അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി ആയിട്ടൊന്നും അല്ല കേട്ടോ, ഒരു അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ നമുക്ക് കാണാൻ കൊതിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇത്. അപ്പോൾ നമ്മളുടെ സ്വന്തം നിലമ്പൂരിലാണ് ഇപ്പോൾ ഇതുള്ളത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടുള്ള ചെടികളുടെ വൻ ശേഖരമായിട്ടാണ് കേട്ടോ ഇവിടെ ഇതൊരു ഫാമായിട്ടാണ് കേട്ടോ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ല നമുക്ക് ഏതൊക്കെ ചെടികളാണ് നമുക്ക് ഇഷ്ടമുള്ളത് അതുപോലുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറഞ്ഞ വിലയിലാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അവർ തന്നെ അവിടെ പ്രിപ്പറേഷൻ ചെയ്തിട്ടാണ് ഇതൊക്കെ കുറേ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മിസ്സാവാതെ തന്നെ കാണാം കേട്ടോ. ഔട്ട്ഡോറുകളുടെയും ഇൻഡോറുകളുടെയൊക്കെ വൻ ശേഖരം തന്നെയാണ് ഇട്ടുള്ളത്. നമ്മൾ കാണാത്ത പോലും ചെടികൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ഹോൾസെയിലായിട്ട് ഒന്നായിട്ട് ഇറക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ അടുത്ത് ചെന്നാലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങണില്ല, നല്ല ഇളവ് തരുന്നുണ്ട് കേട്ടോ പൈസക്കൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ പോയി വാങ്ങാം. അപ്പോൾ റോസകളൊക്കെ കാരണം വൻ ശേഖരമാണ്, ഇഷ്ടം പോലെ റോസകളുണ്ട് കേട്ടോ, പല റേറ്റിലുള്ളതുണ്ട്. ഇത് പപ്പായയുടെ ചെറുതാണ് കേട്ടോ. അപ്പോൾ ചെറിയ പപ്പായ അല്ലേ നമ്മൾ വലിയതായിട്ട് കഴിക്കണേ, അതാണ്. പിന്നെ ഇത് ജെർബറയാണ്. ഇതൊക്കെ തൈകൾ വെച്ചിട്ടേ ഉള്ളൂ, പിടിച്ച് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ ഓർഡർ അനുസരിച്ച് കൊടുത്ത് വിടുകയാണ്. അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് റോസിലാണ് കേട്ടോ. വിവിധ ഇനം കളറുകളിലാണ് ഉള്ളത്. നല്ല രസമുള്ള കളർ, നമ്മൾ കാണാത്ത പോലെ റോസുകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഒരു സെക്ഷൻ മുഴുവനായിട്ടും റോസകൾക്കായിട്ട് മാത്രം മാറ്റി വെച്ചേക്കാണ് കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ ഇവിടുന്ന് പോണത് റോസയാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾക്ക് കുറേ റോസ് എല്ലാ കളറുകളും ഉള്ളതും കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ കണ്ടോ, കണ്ടാൽ നമ്മൾ എടുത്തിട്ടേ പോവുള്ളൂ, അത്രയ്ക്ക് ഭംഗി കേട്ടോ കാണാൻ. പിന്നെ ഇവർക്ക് ഇവിടെ പച്ചക്കറി തോട്ടങ്ങളുണ്ട് ഇഷ്ടംപോലെ, അതൊക്കെ അവർ തന്നെ അവിടെ ചെയ്യാണ്. പിന്നെ ഇവർ ഇവിടെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ തൈകൾ നമ്മൾ കൊടുക്കണവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആ തൈകൾ തന്നെ അവർ വെച്ചിട്ട് അവിടെ അതുമൊരു പഴങ്ങൾ കായ്ച്ച് നിൽക്കുന്നത് വരെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളാണ്. അപ്പോൾ നമുക്ക് ഏത് ഐറ്റം ചെടി വേണമെങ്കിലും ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ കാരണം അത്രക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ഫാമാണ്. ഇത് ഒഴിഞ്ഞ ഒരു സ്ഥലത്താണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും അറിയപ്പെടാനോ കാണാനോ കഴിയില്ല. അതിനായിട്ട് നമ്മൾ അങ്ങോട്ട് പോവുക വേണം കേട്ടോ. ഒരു ഉള്ളിലാണ്, പക്ഷേ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നില്ല. അത്രക്ക് ഫാമുകൾ കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. ഡ്രാഗൺ വില്ലയാണ്, എല്ലാ ഐറ്റംസ് ചെടികളിലും ഉള്ളതും ഉണ്ട്, ഫ്ലവർ ഉള്ളതും ഫ്ലവർ ഇല്ലാത്തതും, ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ട് വെക്കാൻ പറ്റിയതും, പിന്നെ നമുക്ക് വെക്കാൻ പറ്റിയ തൈകൾ മാവിൻ്റെതും എല്ലാത്തിൻ്റെതും ഉണ്ട് കേട്ടോ. ഇതൊക്കെ തൈകളുടെ ഒരു സെക്ഷനാണ്.
അപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എല്ലായിടത്തും എത്തിയിട്ടൊന്നുമില്ല, കാരണം ഞങ്ങൾ പോയതൊരു വൈകിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ടൈമേ കിട്ടിയുള്ളൂ. അപ്പോൾ എല്ലാ ഭാഗങ്ങളും കുറച്ചൊന്നും ഇങ്ങനെ വീഡിയോ എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അറിയാത്തവർക്കൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് പോയിട്ട് വാങ്ങാമല്ലോ. നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള എല്ലാ ഇതും അവിടെ നിന്ന് കിട്ടും. അവിടെ ചെന്നാൽ അവിടെ ഇല്ലാത്തതൊന്നുമില്ല. എന്താണ് നമ്മൾ വിചാരിച്ചിട്ട് പോകണത് അതൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അവിടെ നിന്ന് വാങ്ങാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ അത്ര കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ലതായിട്ടുള്ളത് തന്നെ അവർ തരുകയും ചെയ്യും. ഇതുണ്ട്, ഇതൊക്കെ അവരുടെ ഫാമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. കുറേ സ്ഥലങ്ങളായിട്ട് ആളുകൾ വന്നും പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വൈകിട്ടായതുകൊണ്ട് കുറേ ആൾക്കാരത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട അടക്കുകയാണെന്ന് പറഞ്ഞിരുന്നു അവർ. ആ ടൈമായപ്പോൾ ഞങ്ങളിങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരവിടെ അടക്കാതെ ഞങ്ങൾക്കിതൊന്ന് കാണിച്ചു തന്നു കേട്ടോ മൊത്തമായിട്ടൊന്ന്. അപ്പോൾ ഇവർ അടക്കാതെ സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. റോസാണ് കേട്ടോ ഏറ്റവും കൂടുതലായിട്ട് അവിടെ ഉള്ളത്. കാരണം റോസിനാണ് അവിടെ നല്ല മൂവിങ് ഉള്ളതെന്നാണ് പറഞ്ഞത്. വരുന്നവരൊക്കെ റോസാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ റോസ് തന്നെയാണ് കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് വെറും ഇൻഡോർ മാത്രമായിട്ടുള്ളൊരു സെക്ഷൻ ഉണ്ട്. ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ വെറും ഇൻഡോർ മാത്രമേ ഉള്ളൂ കേട്ടോ. കാണാൻ നല്ല ഭംഗി, പല ടൈപ്പിലുള്ള ഇൻഡോർ പ്ലാന്റ്സുകളാണ്. ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. അപ്പോൾ നമുക്ക് പറയാം, നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല പൈസ കൊടുക്കണതിൻ്റെ ഒരു പകുതിയേ വരുന്നുള്ളൂ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ. അപ്പോൾ നമ്മൾ അച്ചൂസ് ഇതെല്ലാം കണ്ട് നടക്കണുണ്ട് കേട്ടോ. എല്ലാം നോക്കുന്നുണ്ട്. അവർ നല്ല രസമായിട്ടുണ്ട് അവിടെ ചെന്നിട്ടുണ്ടായപ്പോൾ. എല്ലാതും കാണുകയാണ്, എല്ലായിടത്തും കൂടെ ഓടി നടന്ന് നോക്കുകയാണ്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് പല കളറിലുണ്ട്. ഇവിടുന്ന് കൂടുതലായിട്ട് പോണത് ഹോൾസെയിലായിട്ടാണ് കേട്ടോ പോണത്. കാരണം കടകൾക്കും അവിടേക്കൊക്കെ എത്തിച്ചു കൊടുക്കണത് ഇവരാണ്. ആന്തൂരത്തിൻ്റെയൊക്കെ ഒരു വൻ ശേഖരം തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. ചെറിയ തൈ ആകുമ്പോൾ തന്നെ അതിന് ഫ്ലവർ വെച്ചിട്ടുള്ള ആന്തൂരയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നമ്മൾ പോണത് ഇവരായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇവിടെ തെങ്ങിൻ തൈകളൊക്കെ ഇവരായിട്ട് സ്വന്തമായിട്ടാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഇവരങ്ങനെ ചെയ്യുന്നതാണ്. ഇവിടെ തന്നെ മുളപ്പിച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് അവർ കൊടുക്കുന്നത് പുറത്തേക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഗ്യാരണ്ടിയോട് കൂടിയിട്ട് തന്നെ അവർ തരും. പിന്നെ ഞങ്ങൾ പോയിട്ടില്ല, ഞാൻ പറഞ്ഞില്ല ഇവരെ ഫാമിൽ നിന്ന് തന്നെ അവർ ഉണ്ടാക്കിയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ കാണാനാണെന്ന് പറഞ്ഞത്. അപ്പോൾ കുറേ കാണാൻ വരുന്ന ആളുകളൊക്കെ പറിച്ചിട്ട് പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളൊന്നും പറിച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾക്ക് അവർ പറിച്ച് തന്നിരുന്നു കേട്ടോ കഴിക്കാനൊക്കെ. ഇത് വയലറ്റ് പേരയാണ്.
ഇതൊക്കെ ഉണ്ടായി വരുന്നുള്ളൂ. ഇപ്പോൾ ഒരു വർഷമായിട്ടുള്ളൂ ഈ തൈകളൊക്കെ വെച്ചിട്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ നല്ല വളർച്ച എത്തിയിട്ടുണ്ട്. തൈകളുമൊക്കെ കായ്ക്കാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് തന്നെ വാങ്ങാം. അപ്പോൾ ഇതുമേലൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ആരോ പറിച്ചുകൊണ്ട് പോയി എന്നപ്പോൾ അവർ പറയണത്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പോകുമ്പോൾ അത് ശ്രദ്ധിക്കുക, ഒന്ന് പറിക്കാതിരിക്കാൻ. അപ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ചൊക്കെ ചട്ടികളും ഉണ്ട് കേട്ടോ. വൻ ശേഖരമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. നമുക്ക് സാധാരണ വെക്കാൻ പറ്റിയിട്ടുള്ള ചട്ടികൾ മാത്രം കേട്ടോ. ഇൻഡോറായിട്ട് വെക്കണേ നല്ല കളർഫുള്ളായിട്ടുള്ളതൊന്നും ഇവിടെ എത്തിയിട്ടില്ല. അതൊന്നും ഇവിടെ വില കൊടുക്കണില്ല എന്ന് പറഞ്ഞത്. സാധാ ഉള്ളത് കുറച്ച് വേണ്ടവർക്കൊക്കെ ഒന്ന് വരുന്നവർക്ക് കൊടുക്കാതെ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളങ്ങനെ കുറച്ച് ചട്ടികളും എടുത്തു. അപ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ അവിടേക്ക് കട അടക്കാനാണെങ്കിൽ അർജൻറ്റായിരുന്നു. ഞങ്ങളിതൊക്കെ കണ്ടു വന്നപ്പോൾ തന്നെ കുറേ ടൈം എടുത്തില്ലേ. അപ്പോൾ ഇവരൊക്കെ നനച്ചിട്ട് പോവാനുള്ള പരിപാടിക്ക് നിൽക്കുകയായിരുന്നു. അപ്പോൾ മക്കളൊക്കെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് ചട്ടിയൊക്കെ നിറച്ചു. പിന്നെ കുറച്ച് റോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ അവരതിലേക്ക് വെച്ചു. ഇല്ലാത്ത കുറച്ച് ചെടികളൊക്കെ ഇട്ട് വാങ്ങിയിട്ടുള്ളായിരുന്നു. കാണാൻ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് അവിടെ ചെന്നാൽ നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നില്ല. കാരണം അത്രയ്ക്ക് സുഖമുള്ളൊരു കാറ്റും ഇതൊക്കെ കിട്ടിയിട്ടുള്ള നല്ലൊരു ഉൾപ്രദേശമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇനി ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ഇവിടെ പോയിട്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത്യാവശ്യം നല്ല വില കുറവിൽ തന്നെ നിങ്ങൾക്ക് ഇത് സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ റോസുകൾ കണ്ട അപ്പം തന്നെ എടുത്ത് പോരും. അത്രയ്ക്ക് ഭംഗിയാണ്. വിവിധ തരം കളറിലുള്ള റോസുകളാണ് ഇവിടെ ഉള്ളതും. ഞങ്ങളും കൂടുതൽ എടുത്തിട്ടുള്ളത് റോസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം നിലമ്പൂരിലാണ്. നിലമ്പൂരിൽ നിന്ന് കുറച്ചുകൂടി ഉള്ളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ മൈലമ്പാറ എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇതുള്ളത്. അപ്പോൾ അന്വേഷിച്ചാൽ അറിയാൻ പറ്റുന്നതാണ്. നല്ലൊരു വലിയൊരു ഫാമാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അപ്പോൾ പുതിയ വീഡിയോ ആയിട്ടൊക്കെ ഞങ്ങൾ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ എടുത്തിട്ടില്ല, ഞങ്ങളെടുത്തിട്ടുള്ള റോസുകളാണിത്. അപ്പോൾ വിവിധ കളറിലുള്ള റോസുകളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.